രാഷ്ട്രീയം നോക്കിയല്ല വോട്ട് ചെയ്യുന്നത് എന്നാണ് അരിയങ്ങാടിയിൽ കണ്ടുമുട്ടിയവർ പറഞ്ഞത്. ആര് ജയിച്ചാലും കുഴപ്പമില്ല, നാട് നന്നാകണമെന്നാണ് ഇവരുടെ ആഗ്രഹം. മണ്ഡലം ചുറ്റുമഹിളകളിൽ സ്മിത ഹരിദാസും ക്രിസ്ത്യാശ്രയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം വിശദമായി. നമ്മുടെ മലയാള സിനിമയിൽ കൂടെ പലപ്പോഴും നമ്മൾ തൃശ്ശൂരിന്റെ അറിയുന്നത്, നമ്മള് കൊച്ചിക്കാരല്ലേ. അപ്പൊ ആ ഒരു സിനിമയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അരിപ്രാഞ്ചി അപ്പൊ അവിടുത്തെ അരിക്കച്ചവടത്തിലൂടെ ഒരുപാട് കുടുംബങ്ങള് അവരുടെ ജീവനോപാധി കണ്ടെത്തുന്നതും ഒക്കെ നമ്മൾ സിനിമകളിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ അങ്ങനെ വലിയങ്ങാടി അരി മാർക്കറ്റിലാണ് അതെ, അരിയങ്ങാടിയിലെ നമ്മുടെ സാധാരണക്കാരായ മനുഷ്യർക്ക് എന്താണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ പറ്റി പറയാനുള്ളത്, അവരുടെ പ്രതീക്ഷകൾ എന്തെന്നൊക്കെയാ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അല്ലെ. സ്ഥാനാർത്ഥികളല്ല നമുക്ക് ആവശ്യം, നമുക്ക് നാടാണ് ആവശ്യം. അപ്പോ കേരളം നന്നായി കാണണം അല്ലേ, അത് നമ്മളുടെ ആവശ്യം. അപ്പോൾ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരാണ് നമുക്ക് വേണ്ടത്. ഏതെങ്കിലും ഇപ്പൊ ഈ 3 പേരിൽ ഒരാൾ ജയിക്കും, പക്ഷെ അവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം കേരളത്തിൽ വികസനം കൊണ്ടുവരിക, ഇൻഡസ്ട്രി കൊണ്ടുവരിക, പുറത്തു പോയാൽ നമ്മളെ മക്കള് തിരിച്ചു നാട്ടിലേക്ക് വരാൻ പറ്റുക, അതാവണം ലക്ഷ്യം. ഏതെങ്കിലും ഒരു പാർട്ടിയോട് അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയോട് നമുക്കൊരു ഇഷ്ടം കൂടുതൽ ഉണ്ടാവും അല്ലെ, അങ്ങനെയൊന്നും ഇല്ലേ? നമുക്ക് 3 പാർട്ടിയോട് ഭയങ്കര ഇഷ്ടം. 3 പാർട്ടിയോട്. ഭരണമാറ്റം സംസ്ഥാനത്ത് വരും എന്ന് വിചാരിക്കുന്നുണ്ടോ? ഭരണമാറ്റം വരുമെന്ന് നമുക്ക് ഉറപ്പിച്ചു വിചാരിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, എല്ലാവരും രാഷ്ട്രീയം നല്ല അവബോധമുള്ള ആൾക്കാരുമാണ്. അപ്പോൾ കൃത്യമായിട്ട് കഴിഞ്ഞ ഗവൺമെന്റിന്റെ 5-10 വർഷത്തെ ഭരണം വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് നടക്കുന്നത്. അതിലെ ആ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ അതനുസരിച്ച് തന്നെ വോട്ട് ചെയ്യും. നിങ്ങൾ ഈ മാർക്കറ്റിൽ നിൽക്കുമ്പോഴേ ചിലരെ മാർക്കറ്റിന് ഒരു വികസനം വേണം, അങ്ങനെ ചില ഏരിയാസ് ഒന്നും കൂടെ വികസിക്കാനുണ്ട്, അതിന് ചിലർ വന്നാൽ നന്നാകും, അങ്ങനെയൊക്കെയുള്ള ചിന്തകളും ചർച്ചകളും നമ്മൾ കേൾക്കാറുണ്ട് പൊതുവെ. ഇവിടെ അങ്ങനെയുണ്ടോ? തീർച്ചയായിട്ടും വികസനം ഇവിടെ ആവശ്യമാണ്, അതിനുള്ള ചർച്ചകളും നടക്കാറുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഒരു പാർട്ടി വന്നിട്ടും ഇവിടെ അങ്ങാടിക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. പോരാത്തതിന് ഇവിടെ പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കുമ്പോൾ ഒരു സ്ഥലം പോലും ഇവിടെ ഇല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പാണ്, എല്ലാവർക്കും വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, വികസനം താല്പര്യമുള്ളവരുണ്ട്. അപ്പൊ അതനുസരിച്ചുള്ള വോട്ടിംഗ് പാറ്റേൺ തന്നെയാണ് തൃശ്ശൂർ നടക്കുക, കേരളത്തിൽ നടക്കുക. ഇപ്പൊ എനിക്ക് തോന്നുന്നു പൊതുവെ ഇവരൊക്കെ പറയുന്നത് മനസ്സിലാകുന്നത് ആർക്കും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, എന്നാൽ രാഷ്ട്രീയമില്ല, അതിനപ്പുറമായിട്ട് മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം എന്ന് വെച്ചാൽ എല്ലാ ജനപ്രതിനിധികളും അറിയേണ്ട ചില കാര്യങ്ങളാണ്. ഒരു മാർക്കറ്റിൽ ഇവിടെ നിന്നെല്ലാം ആളുകൾ വരുന്നുണ്ട്, അവർക്ക് അത്യാവശ്യം കാര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, അതിനുള്ളൊരു ടോയ്ലറ്റ്, അത്തരം സംവിധാനങ്ങൾ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതങ്ങനെ മാറ്റിവെക്കാവുന്ന ഒന്നല്ല. അത്തരം ആവശ്യങ്ങൾ പരിഗണിക്കുന്നവർക്കായിരിക്കും അവരുടെ ഇത്തവണത്തെ വോട്ട് എന്നാണ് പറയുന്നത്. അപ്പൊ തൃശ്ശൂരിലെ അരിയങ്ങാടിയിൽ നിന്നാണ് നമ്മൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.